ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. പേര് ചേട്ടൻ ഇപ്പോ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് വരുന്ന ആളാ. എത്ര മണിക്ക് പോയി? ഞാൻ വൈകിട്ട് 4 മണിക്ക് പോയതാ. ഇങ്ങനെ പണ്ടത്തെ പോലെ മീനൊക്കെ ഉണ്ടോ? മീനേ ഇല്ല കടലില്, യഥാർത്ഥം പറയണമെന്നുണ്ടെങ്കിൽ നശിച്ചു പോവുകയാണ് മീനെല്ലാം. പോയപ്പോ ഒന്നും കിട്ടുന്നില്ല. പോയ എല്ലാ ആൾക്കാർക്കും എണ്ണയും പെട്രോളും കടത്തിലാണ് വന്നിരിക്കുന്നത്. ഈ ബോട്ട് ചേട്ടൻ ഇപ്പൊ നമ്മൾ കണ്ടേ? ആണോ? ഇപ്പൊ നമ്മളിപ്പോ കാണാൻ വേണ്ട ബോട്ട് ചേട്ടൻ അതിന്റെ എന്തൊക്കെ കിട്ടിയെന്ന്? അതില് അവര് മറ്റേ വലയ്ക്ക് പോയതാണ്. മറ്റേ 2 വള്ളത്തിൽ വെച്ച് വലിക്കുന്ന വലയെ അത് വലിച്ചിട്ട് അവര് 4 പാട് വലിച്ചിട്ടുണ്ട്. അവര് 8 വള്ളം ഒരുമിച്ച് പോയതാ. പോയിട്ട് അവർക്ക് എല്ലാം നഷ്ടമാണ്. നമ്മൾ പോയത് ഒറ്റയ്ക്കായതില്. എന്ത് മീൻ കിട്ടിയോ? 4 കിലോ കണമുണ്ട്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. 4 കിലോ? മൊത്തത്തിൽ 4 കിലോ ഉള്ളു. എത്ര പേര് പോയതാ? ഒറ്റയ്ക്ക് പോയതാണ്. പിന്നെ ഈ കാണപ്പെട്ട സാധനം എല്ലാം ഇന്ന് പോയതാ. പണിയില്ലാത്തതുകൊണ്ടാണ് കംപ്ലീറ്റ് സാധനം കരയ്ക്ക് പിടിക്കുന്നത്. അതിപ്പോ ഒന്നും കടലിൽ മീനെ കാണാനില്ല. മീനെല്ലാം പടിഞ്ഞാറ് കയറി പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഒഴുക്കാണെന്നും പറയുന്നുണ്ട്. ചിലര് പറഞ്ഞ് കടലിൽ മൊത്തം നാശനഷ്ടം വേസ്റ്റുകൾ അഴിഞ്ഞുകൂടെയാണ്. അഴിഞ്ഞുകൂടുമ്പോഴത്തേക്ക് ആ മീനിന് കൊത്തിത്തിന് ഇര കിട്ടുന്നില്ല. മൊത്തം മണലിന്റെ പുറത്തെല്ലാം വെറും പ്ലാസ്റ്റിക്കാണ്. നല്ല കടലിൽ വെളിച്ചമുണ്ടെങ്കിൽ കണ്ണിൽ കാണുന്ന മൊത്തം പ്ലാസ്റ്റിക് കവർ വേസ്റ്റുകളുമാ. പ്ലാസ്റ്റിക് ഒക്കെ പറക്കിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അത് പറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ഫുള്ളും കിടക്കാം. മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് കഷ്ടപ്പാട് ഇവിടെയാണ് ഇപ്പൊ. കണ്ടത്തെ പോലെ മീനൊന്നും കിട്ടാനില്ല. മീൻ കിട്ടാനില്ല. ഈ തീരം ഇത്രയും ഇങ്ങനെ കരുത്തോടെ ഇങ്ങനെ തിര കയറി വരുവായിരുന്നു നേരത്തെ? അതെ, ഇല്ല നേരത്തെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് വെട്ട് കാണുന്നുണ്ടോ? തൂവ് കാണുന്നുണ്ടോ? വെട്ട് ജോയിന്റ്. ആ ജോയിന്റിന്റെ കൂടിയാണ് ഞങ്ങൾ അടിയിൽ കൂടി കയറി പോകുന്നത്. നടന്നുമായിരുന്നു. അതെ, ഈ ജോയിന്റിൽ ഞങ്ങൾ കയറുമായിരുന്നു. കയറിയിട്ടാണ് അങ്ങ് ദൂരെ പാലത്തിന്റെ അവിടെ വരെ തീരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ വരെ ഉണ്ടായിരുന്നു ഈ സമയത്ത് തീരം. അപ്പൊ തീരെ അടുത്തടുത്തടുത്ത് ഇവിടെ എത്തിയ ഞങ്ങളുടെ ഗ്രൗണ്ട് ഈ ഭാഗം ഇത് ഗ്രൗണ്ടിന്റെ അറ്റമാണ്. എന്റെയൊക്കെ പ്രായത്തില് ഗ്രൗണ്ടിന്റെ അറ്റം ഇതായിരുന്നു. ഫുട്ബോൾ ഗ്രൗണ്ട് തീരായിപ്പോയി. തീരത്തിന് വണ്ടികൾ വയ്ക്കാൻ പോലും സ്ഥലമില്ല. ഞങ്ങളുടെ ഇവിടുത്തെ വണ്ടികൾ കംപ്ലീറ്റ് വെട്ടുകാട്, വേളി, കണ്ണാന്തുറ, ശംഖുമോ ആ ഭാഗത്താണ് കൊണ്ട് അടുക്കുന്നത്. അവിടെ അടുക്കാനും സ്ഥലമില്ല. ഇവിടെ ഞങ്ങൾക്ക് 1000 വെള്ളം വഞ്ചി പിടിക്കാനും സ്ഥലം ഉണ്ടായിരുന്നു. സ്ഥലമില്ല. തീരം മൊത്തം കടൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ തീരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു 200 മീറ്ററിലെങ്കിലും പുളിമുട്ടി കിട്ടിയാൽ മതി. പുളിമുട്ടി കിട്ടിയാലെങ്കിൽ കുറെ ഈ വഞ്ചികൾ പിടിക്കാൻ തീരമെങ്കിലും കിട്ടും, സംരക്ഷിക്കാൻ പറ്റും. അതെ, ഞങ്ങളൊരു മിനി ആർബർ ചോദിച്ചിട്ട് ആർബർ തരുന്നില്ല. വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇത്രയും കോടിക്കണക്കിന് ജനം, ഞങ്ങൾ വലിയവറക്കാരെന്ന് പറഞ്ഞാൽ മൊത്തം മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു ആർബർ ചോദിച്ചിട്ട് ആർബർ ചോദിച്ചില്ല. ഒരു മുട്ടിയെങ്കിലും ഇട്ട് തന്നെങ്കിൽ 200 മീറ്റർ ഇട്ടിയെന്നെങ്കിൽ വഞ്ചികളെങ്കിലും പിടിക്കേണ്ട സ്ഥലമെങ്കിലും കിട്ടിയായിരുന്നു. ഈ വഞ്ചി മുട്ടിയിട്ട് പിടിക്കുമ്പോഴത്തേക്കും അതിന്റെ തെക്കേ ഭാഗത്ത് കടപ്പുറം ഉണ്ടാകും. അപ്പൊ ആ കടപ്പുറം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ വഞ്ചികളെങ്കിലും പുറത്തു പോകാതെ പിടിക്കാൻ പറ്റും. ഇപ്പോഴ് ഇത് വേളി വെട്ടുകാട് പോകുമ്പോഴത്തേക്ക് ഒരു വഞ്ചി അവിടെ പിടിക്കണമെങ്കിൽ ആ വള്ളം കയറുന്നതിന് 300 രൂപ കൊടുക്കണം. ആ വണ്ടിക്ക് വരണമെങ്കിൽ 300 രൂപ കൊടുക്കണം. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു വഞ്ചി പിടിക്കുന്നതിന് 1000 രൂപ വണ്ടിക്ക് ഓട്ടോഫോർ പോകും. അപ്പൊ നമ്മള് സാധനം നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. അതെങ്കിലും ചെയ്ത് ഗവൺമെന്റ് ചെയ്തെന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുവായി. ശരിയാവായിരിക്കും അല്ലേ? ചെയ്യണം, ചെയ്താലേ പറ്റത്തുള്ളൂ. ശരിയാവായിരിക്കും. ശരിയാകും, ശരിയാക്കണം. പ്രതീക്ഷയുണ്ട്. അതെ, ഓക്കെ. ശരി, എന്തായാലും സദാവസേനാണ് വിശദമായി പറഞ്ഞത്. എന്നാലും കാണാം ഈ തിര വലിയ തോതിൽ ഇവിടെ വരെ എത്തി. ഇത്രയും ചില സമയങ്ങളിൽ ഇങ്ങനെ കടൽ ഇങ്ങനെ കയറി വരുന്നത് കാണാം. ഇവിടെ ഇപ്പൊ ഈ തീരത്തേക്ക് ഈ ബോട്ട് അടുപ്പിക്കുന്നത് കാഴ്ചയാണ് കേട്ടോ. അവർ വളരെ വേഗത്തിൽ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ മണ്ണിലേക്ക് കയറ്റുകയാണ്.